Hi everyone, welcome back to Learning Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, പിന്നെ റേഞ്ച്, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ്, അതായത് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ളത്, എബൌട്ട് മീൻ, എബൌട്ട് മീഡിയൻ, പിന്നെ അതുപോലെ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കിതുപോലെ അത് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ഫോർമുല അതൊക്കെ നമുക്ക് നോക്കാം. സോ ലെറ്റ് us start. First, statistics. So statistics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It is a branch that deals with collection, organization and interpretation of data. അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കളക്ഷൻ ഓഫ് ഡാറ്റ ആണ്. അതിൽ കളക്ഷൻ മാത്രമല്ല, ഒരു സ്പെസിഫിക് ഓർഗനൈസ് ചെയ്യുക, പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻ, ഓർഗനൈസേഷൻ, ഇന്റർപ്രിറ്റേഷൻ എല്ലാം ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരും. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് ദ ഇൻഡിവിജ്വൽ വാല്യൂസ് ഓഫ് ദ വേരിയേറ്റ്. വേരിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾ ഇറ്റ് ഫോൾ ഓർ സ്കാറ്റർ ഫ്രം ആവറേജ് വാല്യൂസ്. അതായത് ദ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവറേജ് വാല്യൂസിൽ നിന്ന് വരുന്ന ഡീവിയേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾ, ഒരു വേരിയബിൾ ഉണ്ടാവില്ല, ആ വേരിയബിളിന്റെ വാല്യൂ ആവറേജ് വാല്യൂന്ന് കുറച്ച് ഡീവിയേഷൻസ് വരാം. അപ്പൊ ആ ഒരു ഡീവിയേഷൻസിനെയാണ് നമ്മൾ ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പൊ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് വൺ ആണ് റേഞ്ച്, നെക്സ്റ്റ് വൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ, നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ, ലാസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിലിപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ നോക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല, ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ബാക്കി 3 ടോപ്പിക്സ് നമുക്ക് ഇതിൽ ഡീൽ ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ, അത്രയേ ഉള്ളൂ. ഏറ്റവും അപ്പൊ ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ മാക്സിമം വാല്യൂ ഏതാണോ അത് മൈനസ് മിനിമം വാല്യൂ, അപ്പൊ നമുക്ക് റേഞ്ച് കിട്ടും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററും കൂടി ഉണ്ട്. അതായത് ജസ്റ്റ് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ പ്ലസ് സ്മോളസ്റ്റ് വാല്യൂ. ആദ്യം ആ രണ്ട് വാല്യൂസിന്റെ ഡിഫറൻസ്, ഇനി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ രണ്ട് വാല്യൂസ്, അതായത് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂവിന്റെ സം ആണ് വരിക. നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ. ഇനി മീൻ ഡീവിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ ഡീവിയേഷൻ ഓഫ് ആൻ ഒബ്സർവേഷൻ എക്സ്. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഇപ്പൊ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവല്ലോ, അപ്പൊ അതിന് ജനറൽ ആയിട്ട് എക്സ് ഡിനോട്ട് ചെയ്യാം. ഫ്രം എ ഫിക്സഡ് വാല്യൂ എ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷൻ എ എന്ന് പറയുന്ന ഫിക്സഡ് വാല്യൂവിൽ നിന്ന് വരുന്ന ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ദിസ് ഇസ് കോൾഡ് മീൻ ഡീവിയേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷന്റെ ഡീവിയേഷൻ ഫ്രം എ ഫിക്സഡ് വാല്യൂ, അതാണ് നമ്മളിവിടെ മീൻ ഡീവിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജനറലി നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്, ഈ മീൻ ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്രം മീൻ അല്ലെങ്കിൽ എബൌട്ട് മീൻ ആൻഡ് എബൌട്ട് മീഡിയൻ ആണ്. ഇപ്പൊ നമ്മൾ ബേസിക്കലി നമ്മൾ പറയാറില്ലേ വിത്ത് റെസ്പെക്ട് ടു എ സ്പെസിഫിക് പാരാമീറ്റർ പറയില്ലേ, അതുപോലെ നമ്മളിപ്പോ റെഫറൻസ് അല്ലെങ്കിൽ ആ പാരാമീറ്റർ ഏതാണ് നമ്മൾ ബേസ് ചെയ്തിട്ട് എടുക്കുക, മീൻ അല്ലെങ്കിൽ മീഡിയൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മീൻ ഡീവിയേഷൻ നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ അതിന്റെ ബേസിക് ഫോർമുലയാണ് മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ആബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം എ. ഇപ്പൊ നമ്മൾ എക്സ് മൈനസ് എ പറഞ്ഞില്ലേ, ഇപ്പൊ സപ്പോസ് സിഗ്മ എക്സ് ഐ മൈനസ് എ എന്ന് പറയുന്നത് ഇപ്പൊ എന്താ, ഐ എന്ന് പറയുന്നത് സപ്പോസ് 1 to n നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി എക്സ് ഐ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ, എക്സ് ഐ മൈനസ് എ എന്താ, എ എന്ന് പറഞ്ഞ ഫിക്സഡ് വാല്യൂവിൽ നിന്ന് വരുന്ന ഡീവിയേഷൻ ഓഫ് ദ ഒബ്സർവേഷൻ ആൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുലയാണ് ആബ്സല്യൂട്ട് വാല്യൂസിന്റെ ഡീവിയേഷൻസ് ഏതിൽ നിന്ന്, എ എന്ന് പറഞ്ഞ ഫിക്സഡ് വാല്യൂന്ന് ആബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ഡീവിയേഷൻസ് ഡിവൈഡഡ് ബൈ, അപ്പൊ അതിന്റെ ഒക്കെ സമ്മാണ് സമ്മേഷൻ ഓഫ് ആബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പൊ ഈ പറയുന്ന ആബ്സല്യൂട്ട് വാല്യൂസ് എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയി പറയുന്നത്, നമ്മളിപ്പോൾ ആ ഡിഫറൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്, ബട്ട് ബേസിക്കലി നമ്മൾ അതിന്റെ മോഡുലസ് വാല്യൂ അതായത് പ്ലസ് വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അപ്പൊ സപ്പോസ് നെഗറ്റീവ് വാല്യൂ വന്നാലും നമ്മൾ നെഗറ്റീവ് ഡിസ്കാർഡ് ചെയ്യും, ജസ്റ്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആ ഒരു പ്ലസ് പോസിറ്റീവ് വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ. ഇപ്പൊ നമ്മൾ രണ്ട് കേസസ് ഉണ്ട്, ഒന്ന് അൺഗ്രൂപ്ഡ് ഡാറ്റ പിന്നെ ഒന്ന് ഗ്രൂപ്ഡ് ഡാറ്റ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് സ്പെസിഫിക് ആയിട്ട് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്താ നോക്കാം. അപ്പൊ അതിൽ ലെറ്റ് x1 x2 x3 എക്സെട്ര xn ബി n ഒബ്സർവേഷൻസ്. ഓക്കെ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അതിൽ ഏതൊക്കെ ഒബ്സർവേഷൻസ്, x1 x2 എക്സെട്ര xn. ഇനി എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പൊ നമ്മൾ ആവറേജ് വാല്യൂ എന്നൊക്കെ പറയില്ലേ, എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് മാത്രമല്ല എം എന്ന് പറയുന്നത്
അതായത് ക്യാപിറ്റൽ ലെറ്റർ എം കേട്ടോ. എം എന്ന് പറയുന്നത് മീഡിയൻ ആണ്. ഒരു മീഡിയൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ സപ്പോസ് ഒരു ലിസ്റ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടോ, അത് നമ്മൾ ഒരു സ്പെസിഫിക് ഓർഡറിൽ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സെന്റർ വാല്യൂ ഇല്ലേ, മിഡിൽ വാല്യൂ എന്നൊക്കെ പറയുന്നത്, അതിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു n നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്. അതിൽ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓരോന്നും. ഇനി എക്സ് ബാർ നമ്മൾ മീൻ ജനറലി ഡിനോട്ട് ചെയ്യാണ്. അതുപോലെ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ ഒരു സ്പെസിഫിക് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ മിഡിൽ വാല്യൂ, മിഡ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ സെൻട്രൽ വാല്യൂ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീനും എബൌട്ട് മീഡിയനും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, അതായത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ 1 to n മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ ബൈ n. ഈ മോഡുലസ് ഞാൻ നേരത്തെ പറഞ്ഞ ആബ്സല്യൂട്ട് വാല്യൂ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ജസ്റ്റ് നമ്മൾ ആ ഡിഫറൻസ്, ആ ഒരു ഡീവിയേഷന്റെ പ്ലസ് വാല്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് മോഡുലസ് എന്ന് പറയുന്നത്. സോ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ ആണ്. ഓക്കെ, കാരണം എബൌട്ട് മീൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. സോ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ 1 to n മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ n. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒബ്സർവേഷൻസിന്റെ ഡീവിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഏതാ എടുക്കുന്നത്? നമ്മുടെ മീൻ വാല്യൂ എക്സ് ബാർ ആണ് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. നെക്സ്റ്റ്, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. ഇപ്പോൾ എബൌട്ട് മീഡിയൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം, കാരണം വിത്ത് റെസ്പെക്ട് ടു മീഡിയൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ ക്യാപിറ്റൽ ലെറ്റർ എം ഡിനോട്ട് ചെയ്യുക ഇസ് ഈക്വൽ ടു സിഗ്മ ഐ 1 to n. ഇപ്പോൾ പ്രീവിയസ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്താ ചേഞ്ച് വരാം? നമ്മൾ നേരത്തെ വിത്ത് റെസ്പെക്ട് ടു മീൻ ആയതുകൊണ്ട് എക്സ് ബാർ ആണ് വന്നത് ഡീവിയേഷൻ. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ്. സോ xi മൈനസ് എം ആണ് വരിക. ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ ഡിഫറൻസ്. കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ്. So sigma I is equal to 1 to n modulus of xi minus m divided by n. നെക്സ്റ്റ്, ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിൽ നമുക്ക് എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിൽ രണ്ട് കേസസ് വരുന്നുണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസും നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്ക്രീറ്റ് കേസ് എടുക്കാം. ഇപ്പോൾ ഇവിടെ ലെറ്റ് ദ ഗിവൺ ഡാറ്റ കൺസിസ്റ്റ് ഓഫ് n ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് അല്ലെ, n ഡിഫറെന്റ് വാല്യൂസ് കൺസിഡർ ചെയ്യാം. അതായത് x1 x2 എക്സെട്ര xn. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ട്, f1 f2 എക്സെട്ര fn. ക്ലിയർ ആയല്ലോ? ഇവിടെയാണ് നമ്മൾ ഫ്രീക്വൻസീസ് ബേസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ x1 x2 എക്സെട്ര xn ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആണ് f1 f2 എക്സെട്ര fn. ഇനി ഇതിന്റെ ഒരു ടാബ്ലർ ഫോം റെപ്രസെന്റേഷൻ, ഓക്കെ, അതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ടാബ്ലർ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ്, അപ്പോൾ xi എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് x1, ഇപ്പോൾ x1 x2 എക്സെട്ര xn വരെയുണ്ട്. അതുപോലെ ഫ്രീക്വൻസീസ് f1 മുതൽ fn വരെയുണ്ട്. അപ്പോൾ x1 കറസ്പോണ്ടിങ് f1, x2 കറസ്പോണ്ടിങ് f2 റെസ്പെക്റ്റീവ്ലി ആണ്. അപ്പോൾ xn കറസ്പോണ്ടിങ് fn. ഇങ്ങനെയാണ് ടാബ്ലർ ഫോമിൽ നമുക്ക് ഈ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ്, ഇനി നമുക്ക് ഇതിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആൻഡ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. ഇവിടെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറയുമ്പോൾ അഗെയിൻ എക്സ് ബാർ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്താ വരിക? അതായത് ഫ്രീക്വൻസീസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ ഐ 1 to n എഫ് ഐ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ എഫ് ഐ എന്നുള്ള ടേം ഇൻക്ലൂഡ് ചെയ്യണം. സിഗ്മ ഐ 1 to n എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ. ഈ xi മൈനസ് എക്സ് ബാർ നേരത്തെ പറഞ്ഞുള്ള ഡീവിയേഷൻ ആണ് ഫ്രം മീൻ, ഡിവൈഡഡ് ബൈ സിഗ്മ ഐ 1 to n എഫ് ഐ ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ, അതായത് വേറൊരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 1/n ഇൻറ്റു സിഗ്മ ഐ 1 to n ന്യൂമറേറ്റർ ടേം അല്ലേ, എഫ് ഐ ഇൻറ്റു xi മൈനസ് എക്സ് ബാർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, സിഗ്മ എഫ് ആണ് നമ്മൾ നോർമലി ക്യാപിറ്റൽ എൻ, അതായത് സം ഓഫ് ഫ്രീക്വൻസീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ആ ടേം വന്നത് കൊണ്ട് നമുക്ക് അതിനെ n എന്ന് ഡിനോട്ട് ചെയ്യാം. സോ 1/n ഇൻറ്റു സിഗ്മ
I1 to n fi into modulus of xi minus x bar. ഇതാണ് mean deviation about mean കണ്ടുപിടിക്കാനുള്ള ഫോർമുല discrete frequency distribution. ഇനി mean deviation about median കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 1 by n സെയിം ഇതേപോലെ തന്നെ 1 by n സിഗ്മ i1 to n ചേഞ്ച് എന്താ വരിക? ഈ x ബാറിന് പകരം ഇവിടെ എന്ത് വരും? m വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, കാരണം about median ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ് നമ്മൾ നോക്കുക. അപ്പോൾ 1 by n സിഗ്മ i1 to n fi into modulus of xi minus m ആണ് വരിക. നെക്സ്റ്റ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് നോക്കാം. ഇപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഡാറ്റ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസ് ഇൻ്റർവെൽസിലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആയോ? ഈ ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുമ്പോൾ ഗ്യാപ്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ 0 to 10, ദെൻ ഇവിടെ 10 ആണ് അപ്പർ ലിമിറ്റ് അല്ലേ? അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഇൻ്റർവെൽ വരും. ഓക്കെ, അപ്പോൾ അവിടെ ഗ്യാപ്സ് ഒന്നും ഉണ്ടാവില്ല. സോ ഇവിടെ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ക്ലാസ് ഇൻ്റർവെൽസിലാണ് വിത്തൗട്ട് എനി ഗ്യാപ്സ്. ഇനി ആ കറസ്പോണ്ടിങ് ക്ലാസ് ഇൻ്റർവെൽസിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ടാവും. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1 by n സിഗ്മ i1 to n fi into modulus of xi minus x bar. സെയിം ഫോർമുല തന്നെയാണ്. ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഫോർമുലയും കൂടി യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഫോർമുലയാണ് a plus sigma i1 to n fi into di by n into h. ഇതിൽ ടേംസ് എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആണ്. നമ്മൾ അസ്യൂം ചെയ്യുന്ന മീനാണ് എ. നെക്സ്റ്റ് വൺ എച്ച് എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ആണ്. അതിൽ ഡി ഐ എന്ന് പറയുന്ന ടേം എന്താ? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് ഐ മൈനസ് എ ബൈ എച്ച്. ശരിക്കും പറഞ്ഞാൽ ഡി എന്ന് പറയുന്നത് ഡീവിയേഷൻ ആണ്. അപ്പോൾ എക്സ് ഐ എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന മീൻ ഡിവൈഡഡ് ബൈ കോമൺ ഫാക്ടർ എച്ച്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതേപോലെ 1 by n സിഗ്മ i1 to n fi into modulus of xi മൈനസ് എം വരും. പക്ഷെ ഇവിടെ എം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് l plus n by 2 മൈനസ് സി ബൈ എഫ് ഇൻറ്റു എച്ച്. ഇത് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അബൌട്ട് മീഡിയൻ നമുക്ക് മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 by n സിഗ്മ i1 to n fi into modulus of xi മൈനസ് എം ആണ്. അതിൽ എം എങ്ങനെ കണ്ടുപിടിക്കാം? എം നമുക്കറിയാം മീഡിയൻ ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ മീഡിയന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി ബൈ എഫ് ഇൻറ്റു എച്ച്. ഇതിൽ വന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? എൻ എന്ന് പറയുന്നത് നമുക്കറിയാം സം ഓഫ് ഫ്രീക്വൻസീസ് ആണ്. എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ 10 to 20ൽ 10 ആണ് ഈ ലോവർ ലിമിറ്റ് എൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. എച്ച് വിഡ്ത്ത് ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഇപ്പോൾ ഈ 10 to 20 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താ? 10 ഉം 20 ആയിട്ടുള്ള ഡിഫറൻസ് 10 ആണ്. സോ അത് വിഡ്ത്ത് ഓഫ് ദ ക്ലാസ്. അപ്പോൾ നമുക്ക് എച്ച് നമ്മൾ മീഡിയൻ ക്ലാസ് ഏതാണ് കൺസിഡർ ചെയ്യണം? മീഡിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ, അതിൽ നമുക്ക് ആ മിഡ് പോയിന്റിൽ വരുന്ന ക്ലാസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക മീഡിയൻ ആയിട്ട്. അതിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ 10 to 20 ആണെങ്കിൽ 10 ആണ് വാല്യൂ വരിക. അപ്പോൾ അതാണ് എച്ച് ആയിട്ട് കൺസിഡർ ചെയ്യുക. സി എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് പ്രെസീഡിങ് ദ മീഡിയൻ ക്ലാസ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലാസിന്റെ ജസ്റ്റ് തൊട്ട് മുന്നേ വരെയുള്ള സം ഓഫ് ഫ്രീക്വൻസീസ് അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.